ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. അതിനായിട്ട് ഞാനിപ്പം സവോള അരിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ തിന്നായിട്ട് അരിയണേ, അല്ലെങ്കിൽ പല സൈസ് ആണെങ്കിൽ അത് നമ്മൾ ഓയിലിൽ ഇടുമ്പോഴത്തേനും ചിലത് പെട്ടെന്ന് ഫ്രൈ ആവും, ചിലത് ഫ്രൈ ആകത്തില്ല, അങ്ങനെ ആവും. അതുകൊണ്ട് നമ്മൾ എല്ലാം തിന്നായിട്ട് ഒരേ സൈസിന് അരിയണം. അപ്പോൾ നമുക്ക് സവോള ഒരു ബൗളിലേക്ക് ഇടാം. സവോളയും മുളകും കൂടെ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാവേ. നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യണേ. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് വെക്കാവേ. അടച്ചൊന്ന് വെക്കാം. നല്ലപോലെ ഇതൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പൊ നമുക്ക് 10 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കി ഇതിന്റെ വെള്ളം ഒന്ന് കളയാവേ. അങ്ങനെ കളയുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടുള്ളത് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ക്രിസ്പി ആയിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ സ്റ്റെപ്പ് മാറ്റാം, ഒഴിവാക്കാം. ഇത്രയും വെള്ളം നമുക്ക് ഈ ഒണിയന്റെ അകത്തുനിന്ന് വന്നേ. ഇത് നമുക്ക് ആവശ്യമില്ലേ. ഇനി നമുക്ക് കടലമാവും മൈദമാവും കൂടെ മിക്സ് ചെയ്യാവേ. ഇത് രണ്ടും ക്വാണ്ടിറ്റി കുറവായിരിക്കണം. നമുക്ക് കൂടുതലായിട്ട് നിൽക്കേണ്ടത് ഒണിയന്റെ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ കടലമാവും മൈദമാവും കൂടെ മിക്സ് ചെയ്യുവാണ്. നമുക്ക് ഇഞ്ചി ചതച്ചത് ഇടാവേ. ചതച്ച് തന്നെ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് പെരിഞ്ചീരകം ചതച്ചത് ഇടാവേ. ഇനി മുളക് പൊടി, ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഞാനിപ്പോ ഇത് കുറച്ചെടുത്ത് ബോളാക്കി പിന്നെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത്. നല്ലപോലെ തിന്നായിരിക്കണം, എന്നാൽ നമ്മള് ഓയിലിൽ ഇടുമ്പത്തേന് കറക്റ്റ് ആയിട്ട് വേഗത്തുള്ളൂ. അല്ലെങ്കിൽ പുറമേ വേഗം അകത്ത് വേഗത്തില്ല, അങ്ങനെ വരും. അതുകൊണ്ട് നല്ലപോലെ തിന്നാക്കണം. എണ്ണ നമ്മള് പാനിലേക്ക് ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ച് അപ്പം നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ.